നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും വിജയിക്കുമെന്ന് LDF. 2016 ആവർത്തനമാകും ഉണ്ടാകുക. വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും തുടർച്ച ആഗ്രഹിക്കുന്ന ജില്ലയിലെ വോട്ടർമാർ LDFന് അനുകൂലമായ വിധി എഴുതുമെന്ന് LDF നേതാക്കൾ കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉജ്ജ്വല വിജയം കൈവരിക്കുമെന്ന് LDF നേതാക്കൾ പറഞ്ഞു. വികസനത്തിന്റെയും ജനക്ഷേമത്തിന്റെയും തുടർച്ച ആഗ്രഹിക്കുന്ന ജില്ലയിലെ വോട്ടർമാർ LDFന് അനുകൂലമായി വിധി എഴുതാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. ജില്ലയിലെ LDF നേതൃത്വവും പ്രവർത്തകരും അതിനുവേണ്ടിയുള്ള ചിട്ടയായ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 4-ൽ 3 നഗരസഭകളിലും ജില്ലാ പഞ്ചായത്തിലും 11-ൽ 8 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 35 ഗ്രാമപഞ്ചായത്തുകളിലും വിജയിച്ച LDFന് ജില്ലയിലാകെ 50,000-ഓളം വോട്ടിന്റെ മേൽക്കൈയുണ്ട്. രാഷ്ട്രീയ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത് ജില്ലയിൽ 2016 ആവർത്തിക്കുമെന്നാണ്. ജില്ലയിലെ 11 അസംബ്ലി മണ്ഡലങ്ങളിലും LDF വലിയ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. അനുഭവവേദ്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മുടെ ഈ ജില്ലയിലെ ബഹുഭൂരിപക്ഷം വരുന്ന പുരുഷന്മാരെക്കാൾ അധികരിച്ചിട്ടുള്ള വോട്ടർമാര് സ്ത്രീ വോട്ടർമാരാണ്. ഒരു 192,000 അധികം സ്ത്രീ വോട്ടർമാരാണുള്ളത്. കാരണം സാധാരണ ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ വേറെ. CPM ജില്ലാ സെക്രട്ടറി S. സുദേവൻ, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ഡോക്ടർ R. ലതാദേവി, കേരള കോൺഗ്രസ് B നേതാവ് ഷാജു A, കേരള കോൺഗ്രസ് M സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ചവറ ഷാ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേന്ദ്രം കടുത്ത സാമ്പത്തിക പ്രതിരോധത്തിന്റെ അവസ്ഥ സൃഷ്ടിച്ചിട്ടും ഫലപ്രദമായ ധനകാര്യ മാനേജ്മെന്റിന്റെ ഭാഗമായി ട്രഷറി അടയ്ക്കാത്ത 10 കൊല്ലക്കാലമാണ് കേരളത്തിൽ കടന്നു. പരമ്പരാഗത വ്യവസായ തൊഴിലാളികൾ വളരെ കൂടുതലുള്ള കേരളത്തിലെ ജില്ലയാണ്. കശുവണ്ടിയാണ് പ്രധാനം. കാർഷിക കോർപ്പറേഷന്റെയും കാപ്പക്സിന്റെയും നേതൃത്വത്തിൽ മുഴുവൻ കശുവണ്ടി ഫാക്ടറിയിലെ തൊഴിലാളികൾക്കും കുടിശ്ശികയടക്കമുള്ള ആനുകൂല്യം നൽകാനും ഇപ്പോഴും ജോലി ലഭിക്കുന്ന സ്ഥിതി. ന്യൂസ് ബ്യൂറോ, കൊല്ലം.